ശ്രീ രാജേഷാണ്, കാസർഗോഡ് നിന്ന് തന്നെയാണ് ഉള്ളത്. നമുക്ക് രാജേഷിലേക്ക് കടക്കാം. ശ്രീ രാജേഷ്, ഈ കാസർഗോഡ് ജില്ല എന്താ കേരളത്തിലല്ലേ എന്നുള്ള ചോദ്യം ആദ്യമൊക്കെ ആളുകൾ ചിലപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയോ അല്ലെങ്കിൽ തമാശയോടു കൂടിയൊക്കെ എടുത്തിരുന്നെങ്കിൽ ഏത് കാര്യം നോക്കിയാലും, ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നോക്കിയാൽ കിടത്തി ചികിത്സ ഇപ്പോഴും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ്, അതെന്തൊരു മെഡിക്കൽ കോളേജാണെന്നാണ് ബാക്കി കേരളത്തിൻ്റെ ഭാഗത്തുള്ളവരൊക്കെ അത്ഭുതപ്പെടുന്നത്. ഒരു മെഡിക്കൽ കോളേജ് എന്നാൽ ചെന്ന് കയറാൻ സ്ഥലമില്ലാതെ ആളുകൾ ഇടിച്ചു നിന്ന് കിടക്കുകയും തറയിലടക്കം കിടക്കേണ്ട അവസ്ഥയടക്കമുള്ള അത്രത്തോളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ബാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളും അങ്ങനെയാണ്. അപ്പോൾ കാസർഗോഡ് മാത്രം കിടത്തി ചികിത്സ പോലുമില്ല. പുതിയ ട്രെയിൻ വരുമ്പോഴും അതിനെ അങ്ങോട്ടേക്ക് പരിഗണിക്കുന്നതേ ഇല്ല, അവിടേക്ക് പാളം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതൊരു വല്ലാത്ത അവഗണനയല്ലേ? അതെ, ഞാൻ പറയാം, ഇതിലിപ്പോ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ ഇതിൽ രാഷ്ട്രീയം കൂടെ കലർത്തിയാണ്. എന്തിനാണ് ഈ രാഷ്ട്രീയം കലർത്തുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറിയിലൊക്കെ കാര്യം എന്തിനാണ് സാബു ഇടി അന്വേഷണം വന്നതല്ലേ പോയിരുന്നത്? അതിപ്പോ പുറത്തു വന്നില്ലേ? അപ്പൊ അതൊന്നും ഈ NDA-യിലേക്ക് കയറ്റുന്നതോ CPM-ലെ പോകുന്നതോ കോൺഗ്രസിൽ പോകുന്നതോ അല്ല ഇവിടുത്തെ ചർച്ച വേണ്ടത്. ഇവിടുത്തെ ഒരു വികസനമാണ്. നമുക്കറിയാം, ഇവിടെ ഞാൻ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു 100 ഏക്കർ സ്ഥലം IT പാർക്കിന് വേണ്ടി എടുത്തു. 15 വർഷം മുമ്പ് എടുത്താണ്. അത് മതില് കെട്ടി തിരിച്ചു എല്ലാം എടുത്തിട്ട് ഇപ്പൊ അതില്ല. 15 വർഷമായി. ഇപ്പൊ വലിയ ഫോറസ്റ്റായി മാറി അവിടെ. ഇപ്പൊ ഓരോ വികസനങ്ങൾ വരുമ്പോഴും ഇത് മാറ്റിക്കൊണ്ടു പോവുകയാണ്. കാസർഗോഡിനെ തീരെ അവഗണിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ട്രെയിൻ യാത്രയിൽ ആളില്ല എന്ന് പറയുന്നു. മംഗലാപുരം മുതൽ വരുന്ന ട്രെയിനിൽ മലബാർ, മാവേലി, പരശു ഇതിനൊന്ന് കയറി നോക്ക്, അവിടെ നിന്ന് തന്നെ ഫുള്ളാണ്. എവിടെയാണ് ആളില്ലാത്തത്? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. കാസർഗോഡിനെ തീർത്തും അവഗണിക്കുകയാണ്. ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ല, ഒരു നല്ല ഹോസ്പിറ്റൽ കാസർഗോഡ് ജില്ലയിലില്ല. ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത്. വേറെ സ്റ്റേറ്റിലേക്കാണ് റവന്യൂ ഇൻകം പോകുന്നത്. ഇപ്പം ഈ ട്രെയിൻ മംഗലാപുരം വരെ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, മംഗലാപുരത്തിന് എറണാകുളത്തൊക്കെ വരുന്നത് ഇപ്പൊ 2.5 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറയുന്നത്. ഈ 2.5 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് എറണാകുളം വരെ പോയിട്ട് തിരിച്ചു വരാനോ? വേറെ സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുന്നില്ലേ? അങ്ങനെ വരുമ്പം കേരളത്തിന് തന്നെയല്ല ഇൻകം കിട്ടുന്നത്, അതായത് വേറെ സ്റ്റേറ്റിനല്ലല്ലോ. കാസർഗോഡിനെ ഏത് കാര്യത്തിലും അവഗണിക്കുക. ഇപ്പൊ എന്റെ സൽഫാന്റെ കേസിൽ പോലും കാസർഗോഡിനെ അവഗണിക്കുകയാണ്. എയിംസിന്റെ കാര്യം പറഞ്ഞു, എയിംസ് പിന്നെ കാസർഗോഡ് വേണമെന്ന് പറഞ്ഞു. അതില്ല. ഒരു ഹോസ്പിറ്റൽ അത് വേണ്ട, ഒരു മെഡിക്കൽ കോളേജ് തന്നെ വേണ്ടേ? അതുപോലുമില്ല. ഒരു പെരിയാർ മലയോര മേഖലയിൽ നിന്ന് വരെ വരുന്നത് പെരിയാറത്തെയാണ്. ഒരു നേരത്തെ വിളിച്ച വെള്ളരി കൊണ്ടുന്നൊക്കെ പെരിയാറാണ്. അതൊക്കെ വരുമ്പോൾ തന്നെ ആംബുലൻസിൽ പകുതിക്കാക്കുന്ന രോഗി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ്. അതൊക്കെ ഇപ്പൊ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ കാസർഗോഡിനെ തീരെ അവഗണിക്കുകയാണ്. അതിപ്പം നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു, ഇത് ന്യൂസ് 18 കാണണമെന്ന്. പിന്നെ വീണ ജോർജും മുഖ്യമന്ത്രി അവര് അത് കാണേണ്ട ആവശ്യമില്ല. അവർക്ക് കാസർഗോഡ് ജില്ലേനെ അറിയുന്നതല്ലേ. ഈ പിണറായി വിജയനും ആൾക്കാരും പിന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ തൊട്ടടുത്ത ജില്ലയായ അവർ ഏത് സമയത്തും ഈ കാസർഗോഡ് ജില്ലയിൽ വരുന്ന അവർക്ക് എന്തിനാണ് ഈ ന്യൂസ് 18 കാണേണ്ട ആവശ്യം? ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കൂലേ? അറിയുന്നല്ലേ. നമുക്കറിയാം, നേരത്തെ കാസർഗോഡ് ജില്ലയിലെ ലിസ്റ്റിന്റെ പ്രശ്നം വന്നു. എത്ര മാസമാണ് ആ ലിസ്റ്റ് ജില്ലാ ഹോസ്പിറ്റലിലെ ലിസ്റ്റ് ചെറായി കിടന്നത്? അതുപോലും നേരെയാക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ജനങ്ങളെ പൊറുതിമുട്ടിക്കാണ്. ഇവർക്കറിയാം എങ്ങനെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത് 5 വർഷം ആകുമ്പോൾ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതില് രാഷ്ട്രീയം കൊണ്ടുവരരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കുറി വെച്ചത് കൊണ്ടല്ല കാസർഗോഡിന്റെ MP ആയത്. അത് മനസ്സിലാക്കണം വടകരയിലെ ബാലകൃഷ്ണൻ. രാജേഷിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗൗതമാണ്, കാസർഗോഡ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗൗതം, താങ്കൾ കുറച്ചു കാലമായെന്ന് തോന്നുന്നു വിളിച്ചിട്ടല്ലേ? എന്തായാലും കാസർഗോഡിന്റെ വിഷയം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാസർഗോഡ് ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ പുതിയൊരു പാത നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആ പാത നിർദ്ദേശിക്കുമ്പോഴും അത് കണ്ണൂർ വരെ മതി. ഒരു മെഡിക്കൽ കോളേജുണ്ട്, മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സിക്കാൻ ഇപ്പോഴും സൗകര്യമില്ല. നല്ലൊരു ആശുപത്രി വേണമെങ്കിൽ നേരെ ബാംഗ്ലൂരിൽ പോകേണ്ട അവസ്ഥ. അങ്ങനെ എല്ലാ തരത്തിലും ഈ ജില്ലയ്ക്ക് അങ്ങനെ ഒരു അവഗണന, വികസന മുരടിപ്പുണ്ടോ? കാസർഗോഡ് ജില്ല കേരളത്തിൽ തന്നെയല്ലേ കിരം? അങ്ങനെ ചോദിക്കേണ്ട ഗതികേട് വരുന്നു. ഒരു ജാഥ നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലക്ക് മുന്തിയ പരിഗണന കൊടുക്കും. പക്ഷെ വികസനം വരുമ്പോ കാസർഗോഡ് ജില്ലക്ക് ഒരു ഇതുമില്ല. താങ്കൾ പറഞ്ഞോളൂ. ശരി, എന്തായാലും ഗൗതത്തിന്റെ ടെലിഫോണിൽ എന്തോ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ സിദ്ദിഖാണ്, കാസർഗോഡ് നിന്ന്. ശരി സിദ്ദിഖ്, നമ്മൾ കാസർഗോഡ് നിന്ന് കൂടുതൽ ആളുകൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാണ്. മറ്റു ജില്ലയിൽ നമ്മളെ സ്ഥിരം വിളിക്കുന്ന പലരും മാറി നിന്ന് വരുന്നത് തന്നെ. കാസർഗോഡുകാർ പറയണം എന്താണ് കാസർഗോഡിന്റെ പ്രശ്നമെന്ന്. താങ്കൾക്ക് പറയാം. കാസർഗോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലയിൽ അതിർത്തിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ.
പറഞ്ഞോളൂ. എൻഡോസൾഫാൻ മേഖലയിലെ അതിർത്തിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇന്ന് രാവിലെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ രാവിലെ പോയി. എന്റെ കുട്ടിക്ക് പനിയായത് കാരണം അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് ഒരു സ്ത്രീ അവിടെ കൊണ്ടുവന്നു. അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ബദിയടുക്കയിൽ നിന്ന് വിളിച്ചിട്ടാണ് അവരങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനത്തെ ഒരു ദുർബലമായ അവസ്ഥയാണ്. കാസർഗോഡിലേക്ക് എത്തണമെങ്കിൽ തന്നെ റോഡിന്റെ അവസ്ഥ അതിനേക്കാളും ദയനീയമാണ്. കേരളയിൽ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നിന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ആ റോഡിന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ദയനീയ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയോട് നമ്മുടെ ഗവൺമെന്റ് തീരെ ഒരു ഇത് കാണിക്കുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മളെ ഉള്ള ആൾക്കാരെ പോലെയാണ് നമ്മളെ കാസർഗോഡിലുള്ള ആൾക്കാരെ കാണുന്നത്. കർണാടക ജില്ലക്കാർക്ക് കൊടുക്കുന്ന ഇതുപോലും കാസർഗോഡ് ജില്ലക്കാർക്ക് കൊടുക്കുന്നില്ല. അത്രയും ഇതാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് പല ലോബികളും പുറത്തുനിന്ന് കൈയിട്ടത് കൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വളരാത്തതെന്ന് എനിക്ക് എന്റെ ഒരു സംശയം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് കാസർഗോഡിന് കർണാടകയ്ക്ക് വിട്ടുകൊടുത്താൽ നമുക്ക് ഇതിനേക്കാളും വലിയ സൗകര്യം കിട്ടും എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റും സാർ. ഇന്ന് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് 10 ദിവസത്തോളമായി കാസർഗോഡ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കാസർഗോഡിലേക്ക് ഇത്രയും വലിയ അവാർഡ് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ഇതിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നും അതുപോലെ തന്നെ കുമ്പള ടോളിന്റെ വിഷയത്തിലാണ് ആകെ 21 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണമെങ്കിൽ 2 ടോൾ കടന്നിട്ടാണ് ഞങ്ങൾ പോകേണ്ടത്. മംഗലാപുരത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ രാവിലെ ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല. എല്ലാത്തിലും കാസർഗോഡ് ജില്ലയെ അവഗണിച്ചിട്ടാണുള്ളത്. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയമോ മതമോ ജാതിയോ നോക്കാതെ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു സമയമാണിത്. ഇതിന് ന്യൂസ് 18 പോലത്തെ ന്യൂസ് ചാനൽ മുൻഗണന നൽകുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.